ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ യു.എസിൽ താരിഫ് പ്രതിസന്ധികൾക്കിടയിലും താൽക്കാലിക ആശ്വാസമായി കഴിഞ്ഞ മാസം പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞു. റീറ്റെയിൽ പണപ്പെരുപ്പം മാർച്ചിലെ 2.3% നിന്ന് 2.1%മായാണ് കുറഞ്ഞത്. നിരീക്ഷകർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് 2.2%. പണപ്പെരുപ്പം കുറയുന്നത് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള വഴി ഒരുക്കുമെങ്കിലും യു.എസ് സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും വെല്ലുവിളികൾക്ക് നടുവിലാണ് എന്ന് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് കരുതുന്നുണ്ട്. പലിശ നിരക്ക് കുറച്ചാൽ അത് ഡോളറിന്റെ മൂല്യവും യു.എസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്കും കുറയാനിടയാക്കും. ഫലത്തിൽ നിക്ഷേപകർ ഇവയെ കൈവിട്ട് ഗോൾഡ്, ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് മാറുകയും വില കൂടുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ പണപ്പെരുപ്പം കുറഞ്ഞിട്ടും സ്വർണ്ണ വില ഇടിയുകയാണ് ഉണ്ടായത്. യു.എസിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴും പ്രതിസന്ധി നിറഞ്ഞതാണ് എന്നുള്ള വിലയിരുത്തലും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത മങ്ങിയതുമാണ് കാരണം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം യു.എസിൽ പണപ്പെരുപ്പം കൂട്ടാനും GDP വളർച്ച മന്ദഗതിയിലാക്കാനും ഇടയാക്കുമെന്നാണ് ഫെഡറൽ റിസർവിന്റെ വിലയിരുത്തൽ തന്നെ. ഇതേ തുടർന്ന് ഡോളറിന്റെ മൂല്യം മെച്ചപ്പെട്ടതോടെയാണ് സ്വർണ്ണവില താഴേക്ക് നീങ്ങിയിരിക്കുന്നത്. ഏപ്രിലിൽ ഔൺസിന് $3,500 ആയിരുന്ന രാജ്യാന്തര വില നിലവിലുള്ളത് $3,289. ഇന്ന് ഒരു ഘട്ടത്തിൽ വില $3,274 വരെ താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താരിഫ് വിഷയത്തിൽ ട്രംപ് വീണ്ടും സ്വരം കടുപ്പിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. സ്റ്റീലിനും അലുമിനിയത്തിനുമുള്ള താരിഫ് 50% പുതിയ ഭീഷണി വന്നിട്ടിരിക്കുന്നത്. ചൈനയും യു.എസും തമ്മിലുള്ള സമവായവും പാളുന്നതിന്റെ സൂചനകളുണ്ട്. ഇറക്കുമതി ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ചൈന വീഴ്ച വരുത്തുകയാണ് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അഭിപ്രായപ്പെട്ടതുമാണ്. അതുതന്നെയാണ് ചൈനയെ ചൊടിപ്പിച്ചത്. യു.എസിന്റെ സൈനിക വിവരങ്ങൾ, നൂതന AI സാങ്കേതിക വിദ്യകൾ എന്നിവ അടങ്ങിയ ഹൈടെക് ചിപ്പുകളിലേക്ക് ചൈനീസ് കമ്പനികൾ എത്തുന്നത് തടയാനായി യു.എസ് ചില ഇറക്കുമതി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ ഈ പോസ്റ്റ്. എന്നാൽ യു.എസിന്റേത് വ്യാപാര മര്യാദകളുടെ ലംഘനമാണ് എന്ന് ചൈന പരസ്യമായി പ്രതികരിക്കുകയായിരുന്നു. യു.എസും ചൈനയും തമ്മിലെ ബന്ധം കൂടുതൽ വഷളാവുകയും ട്രംപ് പുതിയ താരിഫ് ഭീഷണികൾ തുടരുകയും ചെയ്താൽ അത് വീണ്ടും ആഗോള സമ്പദ് മേഖലയ്ക്ക് തിരിച്ചടി തന്നെയാകും. ഇത് സ്വർണത്തിന് തിരിച്ചു കയറാനുള്ള വഴി ഒരുക്കുകയും ചെയ്യും. രാജ്യാന്തര വില താഴ്ന്നുവെങ്കിലും കേരളത്തിൽ ഇന്ന് സ്വർണം, വെള്ളി വിലകൾ മാറിയിട്ടില്ല. ഗ്രാമിന് 8,920 രൂപയിലും പവന് 71,360 രൂപയിലും വില തുടരുകയാണ്. 18 കാരറ്റ് സ്വർണ്ണവില ചില ജ്വല്ലറികളിൽ ഗ്രാമിന് 7,345 രൂപയും മറ്റു ചില കടകളിൽ 7,315 രൂപയുമാണ്. വെള്ളിക്കും പല വിലയാണുള്ളത്. ചില കടകളിൽ 110 രൂപ, മറ്റു കടകളിൽ 109 രൂപ. ഇന്നലെ കേരളത്തിൽ സ്വർണ്ണവില നിർണ്ണയിക്കുമ്പോൾ ബോംബെ റേറ്റ് ഗ്രാമിന് 9,779 രൂപയും ബാങ്ക് റേറ്റ് 9,821 രൂപയുമായിരുന്നു. ഇന്നും വില യഥാക്രമം 9,775 രൂപയും 9,849 രൂപയുമാണ്. അതായത് ബോംബെ റേറ്റ് അല്പം കുറഞ്ഞുവെങ്കിലും ബാങ്ക് റേറ്റ് കൂടി. രൂപ ഇന്നലെ ഡോളറിനെതിരെ വ്യാപാരം പൂർത്തിയാക്കിയത് 8 പൈസ താഴ്ന്ന് 85.56 ഈ സാഹചര്യത്തിൽ സ്വർണ്ണവില മാറ്റമില്ലാതെ നിലനിർത്താൻ വ്യാപാരി അസോസിയേഷനുകൾ തീരുമാനിക്കുകയായിരുന്നു.